ഹായ് ഗായ്സ്, ഇപ്പോൾ ഞങ്ങളുള്ളത് അബുദാബി ബസ് സ്റ്റേഷനിലാണ്. നമുക്ക് ഇന്നിവിടെ ഒരു ഉത്സവമുണ്ട്. അബുദാബിയിൽ ഞങ്ങളൊരു ഉത്സവം കൂടാൻ പോവാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് ആഫ്സ്, അതായത് ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് ഇവിടെ അബുദാബിയിൽ. ഇവിടെ നമുക്കൊരു ഉത്സവമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അബുദാബിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് ബസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ബസ് സ്റ്റേഷനിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് പുറത്തെ കാഴ്ച കേട്ടോ. നമുക്കൊരു 1 hour ഇനിയിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാം. ഇത് കണ്ട പോകുന്ന വഴിക്കാൻ കണ്ടാണ് നമ്മുടെ അബുദാബിയിൽ ഒരു കൊന്ന പൂത്ത് നിൽക്കുന്നു. ഉത്സവമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇത് നടുക്ക് സിറ്റിയുടെ നടുക്കൊരു കൊന്നമരം കൊന്ന പൂത്ത് നിൽക്കുന്നു. അവിടെ പുറത്തെ കാഴ്ചയെ കണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ പുറത്തെ വ്യൂ കാണാൻ. അമ്പലത്തിൻ്റെ അവിടെ വന്ന് ബസ് ഇറങ്ങി. ഇനി ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ പരിപാടി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെട്ടിക്കുളങ്ങര അമ്പലം ഉണ്ടല്ലോ, അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ. അപ്പോൾ അവർ സമർപ്പണം എന്നൊരു ഗ്രൂപ്പുണ്ട്. അവർ നടത്തുന്ന ഉത്സവമാണ് ഇവിടെ. പൂജയുണ്ട്, കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് കാണാമല്ലേ. നടന്നു വരുന്ന വഴിക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. നമ്മൾ വെള്ളം കുടിച്ചിട്ട് പയ്യൻ പോവാണ്. ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അമ്പലം, ബാപ്സ് ഹിന്ദു മന്ദിർ. ഇത് ക്യൂ കണ്ടോ, അകത്ത് കയറാനുള്ള ചെക്കിംഗ് ആണ്. ഈ ക്യൂ കഴിഞ്ഞ് വേണം പോകാൻ. എന്തായാലും നല്ല സമയം എടുക്കും. ഇത്ര ആൾക്കാരുണ്ട് ക്യൂവിൽ. ഞങ്ങളത് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അവിടെ കയറി കേട്ടോ. നമ്മുടെ ബാക്കിൽ കാണുന്ന ഇത് കണ്ടോ, അതാണ് അമ്പലം. നമുക്ക് ആദ്യം പൂജയൊക്കെ നടത്തുന്നത് അങ്ങോട്ട് പോകാം. ആദ്യം ഇത് കഴിഞ്ഞ അമ്പലത്തിലേക്ക് പോകാം. ഓൾറെഡി പരിപാടിയൊക്കെ രാവിലെ തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വന്നപ്പോൾ ഉച്ചയായി. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പ്രസാദോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ കഞ്ഞി കിട്ടി, കഞ്ഞി കുടിക്കാം. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എന്തേ നോക്കി, ഇവിടെ നടുക്കൊക്കെ ഇറങ്ങി എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ചൂടാണ്. ചൂട് കാരണം നമുക്ക് കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തണലുള്ള ഇങ്ങോട്ട് മാറി നിൽക്കും. വൈഡായിട്ടൊന്ന് എടുത്ത് കാണിക്കാം.
അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോകാല്ലേ, അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലണം കേട്ടോ. പുറയിൽ സൂര്യനൊക്കെ വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ പുറയിൽ, കാണാൻ നല്ല രസമുണ്ട്. കുറേ പേര് നല്ല തിരക്കുണ്ട്, സൺഡേ ആയിട്ടാന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ട്. അടുത്ത സ്റ്റെപ്പ്, ഇത്രയും സ്റ്റെപ്പ് കയറി വന്നു മേളിലെത്തി കേട്ടോ. സ്റ്റെപ്പ് കയറി വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആയത്. നമ്മളങ്ങ് അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. ഇതിൽ കുറേ വർക്കുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഇതിലെ തൂണിലും അതിലെല്ലാം നല്ല കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇതിന് ചുറ്റും ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റൗണ്ട് അടിച്ചിങ്ങനെ കറങ്ങി വരാം. ഇതിലെ കൊത്തുപണികൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ ഇതിൽ അവരെന്തൊക്കെയോ ശില്പങ്ങൾ പൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തൊക്കെയോ ഒരു സ്റ്റോറി പോലെ എനിക്ക് തോന്നുന്നത്. എന്തോ രാമായണമോ മഹാഭാരതം അങ്ങനെ എന്തോ. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എല്ലാവരും വരുന്നത് ജസ്റ്റ് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെയാണ്. നമ്മുടെ ഒരു നാട്ടിലെ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതീതി എനിക്കിവിടെ തോന്നുന്നില്ല. ടൂറിസ്റ്റ് പ്ലേസ് അത്രയും എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. പക്ഷെ കാണാനൊക്കെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്സവങ്ങൾ. ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.